എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 10 മണിക്ക് ആരംഭിച്ചു. അത് തുടരുകയാണ്. നാളെയും മറ്റന്നാൾ സംസ്ഥാന സമിതി ചേരും. അതിനുശേഷം ജില്ലകളിലും സമാനമായ നേതൃയോഗങ്ങൾ ചേർന്നാകും CPM തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തിന് അപ്പുറത്തേക്ക് CPMന്റെ നിയമസഭാ കക്ഷി നേതാവിന്, അതായത് ഇടതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കൂടി തീരുമാനിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് എല്ലാ സാധ്യതയും. പിണറായി വിജയൻ മാറി നിന്നാൽ മാത്രം ഒന്നുകിൽ അദ്ദേഹം തനിക്ക് ഇതിൽ താല്പര്യമില്ലാതെ മാറി നിൽക്കണം, അല്ലെങ്കിൽ വലിയ എതിർപ്പ് ഈ നേതൃയോഗങ്ങൾ ഉയർന്നു വരണം. അല്ലാത്ത സാഹചര്യത്തിൽ പിണറായി തന്നെ പ്രതിപക്ഷ നേതാവും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പിണറായിക്ക് കാര്യമായ എതിർപ്പുണ്ടാകാൻ ഇടയില്ല, അദ്ദേഹം മാറി നിൽക്കാനും ഇടയില്ല. എങ്കിൽ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ധാരണയാകും. പൊളിറ്റ് ബ്യൂറോ യോഗം സംസ്ഥാനം തീരുമാനിക്കാൻ നിർദ്ദേശിച്ചു. സംസ്ഥാന സെക്രട്ടറി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയുടെ അംഗീകാരത്തോടുകൂടി വ്യാഴാഴ്ച പ്രഖ്യാപനമുണ്ടാകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ പകരം KN ബാലഗോപാൽ തന്നെയാണ് സാധ്യത. അദ്ദേഹം മുൻ ധനമന്ത്രിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗവും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ആ രീതിയിലാണ് CPM ചർച്ചകൾ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഒരു നേതാവിന് മാത്രമല്ല എന്ന് ഇന്നലെ പൊളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരുന്നു. പിണറായി വിജയൻ ലഭിച്ച നെഗറ്റീവ് വോട്ടുകൾ, പിണറായി വിജയൻ എന്ന നേതാവിനോടുള്ള അതൃപ്തി കൂടി ജനങ്ങൾ കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് വലിയ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായെന്ന വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് ഘടകകക്ഷികളടക്കം ചിലർ അവരുടെ നേതൃയോഗങ്ങൾ അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ പിണറായി വിജയനെ മാത്രം പഴിചാരാൻ CPM തയ്യാറാകില്ല. തോൽവിയുടെ കൂട്ടുത്തരവാദിത്തം എന്ന നിലപാടിലാണ് CPMന്റെ പൊളിറ്റ് ബ്യൂറോ എത്തിച്ചേർന്നത്. പക്ഷേ പിണറായിയുടെ ശൈലിയിലടക്കം നേരത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംസ്ഥാന സമിതിയിലും സമാനമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് CPIM-നുള്ളിൽ നടക്കുന്നത് എങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ഈ ഉപനേതാവ് എന്ന ആവശ്യം CPI ഉന്നയിക്കുമ്പോൾ അതിനോട് അനുകൂലമാകുന്ന തരത്തിലല്ല CPIM-ൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നതാണ്. അതായത് CPIക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകിയേക്കില്ല എന്നുള്ളതാണ്. ഉപനേതാവ് പദവി നൽകണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടതിൽ CPIM-നകത്ത് കടുത്ത അതൃപ്തിയുമുണ്ട്.